Hello, good morning. Good morning, ma'am. Morning. Morning, ma'am. Yes, good morning. Morning, morning. Okay. എവിടെ വരെ നമ്മൾ എടുത്തു? ഓർമ്മയുണ്ടോ? Yes, ma'am. എവിടെയാ? Steps in disciplinary procedure. Second point കഴിഞ്ഞു. Issues of a charge sheet. ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്. അത് കഴിഞ്ഞു ഇല്ലേ? Yes, ma'am. യെസ്, ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്സ് ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് അല്ലെ. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇഫ് എനി എംപ്ലോയി ഈസ് ഫൗണ്ട് ബിഹേവിയർ മിസ്ബിഹേവിയർ ഓർ മിസ്കണ്ടക്ട്, അവരുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ മിസ്ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്? സ്റ്റെപ്സ് ആണ്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ തന്നെയാണ്. അതല്ലാതെ എന്താ പറയാ, ഒരു പെട്ടെന്നുള്ള ഒരു ആക്ഷൻ ഒറ്റയടിക്ക് ശിക്ഷ കൊടുക്കുക നേരിട്ട് ആ ഒരു രീതിയല്ല. ഇറ്റ് ഹാസ് സം സ്റ്റെപ്സ്. അത് കുറച്ച് സ്റ്റെപ്സിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അന്ന് 2 പോയിന്റ് പറഞ്ഞത്? സ്റ്റെപ്സ്. Preliminary investigation. Yes, preliminary investigation has to be done. Before giving the awarding the punishment to the employee, the preliminary investigation by the
എൻക്വയറി ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററെ കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ നിയമിച്ച് ആളെ കൊണ്ട് എന്ത് ചെയ്യണം, ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ആ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണോ അതിന്റെ എന്താ പറയാ കണ്ടെത്തലുകൾ, ആള് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ശിക്ഷയാണ്, പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, വാട്ട് ഡിഗ്രി ഓഫ് പണിഷ്മെന്റ്, ഏത് എന്താ പറയാ ഡിഗ്രി ഓഫ് പണിഷ്മെന്റ്, എത്ര തീവ്രമായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെയും കുറെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഓരോ നടപടികളായിട്ട് ഓരോ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലും while finding some misbehavior or misconduct from the part of the employee, the investigating officer has the right to either warn the employee, ആരാണോ ആ ഗിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം തെറ്റുകൾ ചെയ്ത ഏത് എംപ്ലോയി ആണോ ആളുകളെ എന്ത് ചെയ്യാം, അവരെ വാൺ ചെയ്യാം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഈവൺ ഇറ്റ് മേ ലീഡ് ടു ദ ടെർമിനേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയി, എംപ്ലോയിയുടെ പിരിച്ചുവിടലിന് വരെ കാരണമായേക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ പറഞ്ഞു ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്, വെർബൽ വാർണിംഗ് ഒക്കെ കൊടുക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു വാർണിംഗ് ഒക്കെ കൊടുക്കാം. പക്ഷെ വാർണിംഗിൽ ഒതുങ്ങുന്ന ഒരു തെറ്റല്ല എംപ്ലോയി ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആയിരിക്കും കൊടുക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു നടപടിയാണ് ഇഷ്യൂയിങ് എ ചാർജ് ഷീറ്റ്. ചാർജ് ഷീറ്റ് കൊടുക്കുക. വാട്ട് യു മീൻ ബൈ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷോ കോസ് നോട്ടീസ് ആണ് അല്ലെ, കാരണം കാണിക്കാൻ ഒരു നോട്ടീസ് ആണ്. അതിനകത്ത് what mistake or what misconduct has been done by the employee and what are the causes or reasons, എന്താണ് ആ എംപ്ലോയി വരുത്തി തീർത്ത മിസ്ബിഹേവിയർ അല്ലെങ്കിൽ മിസ്കണ്ടക്ട്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോ കോസ് നോട്ടീസിനെയാണ് നമ്മൾ ചാർജ് ഷീറ്റ് എന്ന് പറയാം. അതൊരു റിട്ടേൺ ഫോർമാറ്റിൽ തന്നെ എഴുതി തയ്യാറാക്കണം. വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇന്നതാണ് ആള് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് വാക്കുകൊണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ. കാരണം പിന്നീട് അത് മാറ്റി പറയില്ല എന്ന് ആര് കണ്ടു അല്ലെ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് മാറ്റി പറയാം, ഇല്ല ഞാനത് അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാ പറഞ്ഞത് എന്നൊക്കെ വേണമെങ്കിൽ തിരുത്തി പറയാം. സോ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന് ചിലതൊക്കെ ചെയ്യും. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പരസ്പരം ആരെയും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ആരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ആരോടും പറയാനോ അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് ആരോടെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെ വെക്കാനോ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കാനൊന്നും ആളുകൾക്ക് കഴിയില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇങ്ങനെ ബേസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റിട്ടേൺ ഫോർമാറ്റിലാണെങ്കിൽ it could not be changed. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഷീറ്റിനകത്ത് അത് കൃത്യമായിട്ട് എഴുതി. ഇന്നത്തെ കാലത്ത് കൈകൊണ്ട് എഴുതുന്നതല്ലല്ലോ, നമുക്കറിയാം എന്ത് ഒഫീഷ്യൽ കാര്യങ്ങളാണെങ്കിലും അത് ഡോക്യുമെന്റ് രൂപത്തിലേക്ക് പ്രിന്റഡ് ഫോമിലേക്കൊക്കെ എഴുതി പ്രത്യേകം സൈൻ ചെയ്തിട്ട് വെക്കണം അല്ലെ. അപ്പൊ അതിന് അനുസരിച്ചിട്ടാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ഫൈൻഡിങ്സ് ദ എംപ്ലോയി, ദ ഗിൽറ്റഡ് എംപ്ലോയി, അതായത് ആരാണ് കുറ്റക്കാരനായി ചുമത്തപ്പെട്ട എംപ്ലോയി, ആൾക്ക് അതനുസരിച്ചുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബിഫോർ പ്രൊവൈഡിങ് ദ പണിഷ്മെന്റ്, ആ പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേറ്റർ വൺ തിങ് ഹാസ് ടു റിമെമ്പർ, കാര്യം ഓർക്കേണ്ടത് വളരെ നല്ലതാണ്. ആ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ ഇന്ന ചാർജ്, ആ ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ ആ ചാർജ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദ ആപ്റ്റ്നെസ് ഓഫ് ദ പണിഷ്മെന്റ്. അതിന് എത്രത്തോളം ആപ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെന്റിന് ഉതകുന്ന രീതിയിലുള്ള തെറ്റാണോ ആൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുന്നത്. അവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അടുത്ത പോയിന്റ് ആണ് consideration for explanation. When an employee has received the charge sheet, he must be given a chance for his explanation. തീർച്ചയായിട്ടും ഒരു ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യപ്പെട്ട എംപ്ലോയി, ഇപ്പൊ ഞാനൊരു എന്റെ പേരിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു അല്ലെങ്കിൽ കുറ്റം കണ്ടു, അത് ആരെങ്കിലും മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി വേഗം കൊണ്ടുവന്ന് എനിക്ക് ഒരു എന്താ പറയാ ചാർജ് ഷീറ്റ് തരികയാണ്, എനിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ അത് കിട്ടിക്കഴിയുമ്പോൾ അപ്പൊ തന്നെ അതായത് ആൾക്ക് കൊടുത്തത് ആൾ സ്വീകരിച്ചിട്ടുണ്ട്, വേഗം തന്നെ ശിക്ഷ കൊടുക്കലല്ല. എഗെയിൻ അവിടെയും നമ്മൾ ഒരു ചെറിയ കൺസിഡറേഷൻ, ഒരു കരുതൽ കൊടുക്കണം. കാരണം എംപ്ലോയിക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ, ഞാനിപ്പോ ആ തെറ്റ് ചെയ്തു,
അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ്ലി ചെയ്തതാണോ അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് എന്നിൽ നിന്ന് വന്നതാണോ ഇതൊന്നും അറിയില്ലല്ലോ. ഏതൊരു കാരണം കൊണ്ടാണ് he or she made that mistake എന്ന് ഉള്ള ഒരു കാര്യകാരണ സഹിതം വിശദീകരിക്കാനുള്ള ഒരു സാവകാശം should be given to that guilty employee. ആ ഒരു കുറ്റവാളിയായി ആക്കിയിരിക്കുന്ന ആൾക്ക് ആ ഒരു അവസരം കൊടുത്തിരിക്കണം. മനസ്സിലായോ? ആ അവസരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, accept the charges. First one, accept the charges means see after receiving that charge sheet, ഈ charge sheet കിട്ടിക്കഴിയുമ്പോൾ whatever it is mentioned in that, അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എന്ത് മിസ്റ്റേക്കാ ചെയ്ത്, എന്താണ് അതിന്റെ കാരണം. ആ സമയത്ത് ആഫ്റ്റർ റിസീവിങ് ഓർ അത് കിട്ടിക്കഴിയുമ്പോൾ, ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ the employee can make a request to the management to be kind. അതായത് എന്നോട് ഇച്ചിരി ദയ തോന്നണം എന്നുള്ളൊരു അപേക്ഷ, ഒരു എന്താ പറയാ, ഒരു റിക്വസ്റ്റ് നടത്താനുള്ള ഒരു സമയം ആർക്ക് കൊടുക്കണം? എംപ്ലോയി കൊടുക്കണം. ലീനിയന്റ് മീൻസ് കൈൻഡ് എന്നാണ് അതിന്റെ മറ്റൊരു സിനോണിം പദമാണ് ലീനിയൻസ്, കൈൻഡ്. കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, അറിയില്ലാത്തവര് കുഴപ്പമില്ല. അപ്പൊ മാനേജ്മെന്റിന് ഒരു എനിക്ക് ഞാൻ എന്നോടൊന്ന് ചെറുതായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു റിക്വസ്റ്റ്, എന്നോട് എന്തെങ്കിലും ചെറിയ രീതിയിൽ എനിക്കൊരു മാനുഷിക പരിഗണന, ഒരു കൈൻഡ്നെസ് എന്നോട് കാണിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ആൾക്കുണ്ട്, എംപ്ലോയിക്ക് ഉണ്ട്. അല്ലാതെ ഇപ്പൊ ഞാൻ തെറ്റുകാരനാണെന്ന് അറിഞ്ഞു, ഓക്കെ, അത് ഏത് മാർഗത്തിലൂടെ ഏത് സോഴ്സിൽ നിന്നാണോ അങ്ങനെ അറിഞ്ഞു, പക്ഷെ ഓടിപ്പോയ ആൾക്ക് അപ്പൊ തന്നെ ശിക്ഷ കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, പ്രൊവൈഡിങ് സം പണിഷ്മെന്റ് ഇറ്റ് കനോട്ട് ബി ടേക്കൺ ബാക്ക്. അല്ലെ, നമ്മളൊരു ശിക്ഷ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിക്കോട്ടെ, വാക്കുകൊണ്ട് കൊടുക്കുന്ന ശിക്ഷയായിക്കോട്ടെ, അല്ലെ, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, അത് കൊടുക്കുമ്പോ അത് കിട്ടുന്ന സ്വീകരിക്കുന്ന ആൾക്ക് അതിന് അർഹനാണോ എന്ന് കൂടി നോക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ആ അർഹത നോക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ഒരു ചെറിയ ഒരു ദയാ വായ്പ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ മാനേജ്മെന്റിനോട് വേണമെങ്കിൽ ആൾക്ക് പറയാം, ഞാൻ അതിൽ സബ്മിറ്റ് മൈ എക്സ്പ്ലനേഷൻ, ഞാൻ ചെയ്ത പ്രവർത്തിക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാനുണ്ട് എന്നുള്ളത് പറയാം. And after providing that explanation, if the management is not satisfied with that, the management can take any actions in the kind of punishment. എന്താ ചെയ്യാം? പറഞ്ഞു, എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനെന്ന് പറഞ്ഞു, എക്സ്പ്ലനേഷൻ കൊടുത്തു. പക്ഷെ ആ ഒരു എക്സ്പ്ലനേഷനിൽ മാനേജ്മെന്റ് തൃപ്തരായില്ല എന്ന് വിചാരിക്കുക. ഞാനൊരു ഇന്ന തെറ്റ് ചെയ്തതിന് ഞാനൊരു റീസൺ പറയാണ്, പക്ഷെ ആ റീസൺ ജെന്യുവൽ അല്ല എങ്കിൽ, ജെന്യുവൽ അല്ലാത്ത ഒരു റീസൺ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? മാനേജ്മെന്റിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൾക്കെതിരെയുള്ള പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ആ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഫൈൻഡ് ചെയ്തത്, കണ്ടെത്തിയത്, അതിന്റെ കാര്യങ്ങളും ഒക്കെ ആൾക്ക് വിശദീകരിച്ച് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എംപ്ലോയീസ്, എംപ്ലോയിയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് സൈൻ ചെയ്ത് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ആക്സെപ്റ്റ് ചാർജസ്. ഇഫ് എനി ഡൗട്ട് ചോദിക്കാം, പറയാം, അല്ലെങ്കിൽ ഞാൻ അടുത്തയിലേക്ക് പോകും. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പറയാനൊക്കെ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കൊന്ന് ആ കൺസിഡറേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ എന്നുള്ളതിന് 4 പോയിന്റ് ഉണ്ട് കേട്ടോ. 4 പോയിന്റും ആ പോയിന്റ് ബോൾഡ് ആയിട്ടിരിക്കുന്ന പോയിന്റ് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഏതൊക്കെയാ? ആക്സെപ്റ്റ് ചാർജസ്, റെഫ്യൂസ് ദ ചാർജസ്, ask for extension of time, and last one fails to submit the explanation. 4 കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു accept the charges എന്ന് പറയുന്നത്. അതില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതായത് ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയതിനു ശേഷം തനിക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ എംപ്ലോയിക്ക് മാനേജ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാം ടു ബി കൈൻഡ്, എന്നോട് ദയ തോന്നണം എന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ഇനി അടുത്ത സെന്റൻസ്, ഓൺ ദി ബേസിസ് ഓഫ് ചാർജസ് അഡ്മിറ്റഡ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചാർജസ് എല്ലാം എന്താ പറയാ, ഓക്കെ, എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു, പക്ഷെ അതൊന്നും ഫലവത്തായില്ല. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന കണ്ടെത്തലുകളെല്ലാം റെക്കോർഡ്സ് ആയിട്ട് തന്നെ, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടും ആ ഫൈൻഡിങ്സ് ഒക്കെ, ആ റെക്കോർഡുകളൊക്കെ ആളെ കാണിക്കുക, ആളുടെ സാന്നിധ്യത്തില് സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആളെ കൊണ്ടും സൈൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അത് സിമ്പിൾ കാര്യമാണ്, മനസ്സിലാക്കി എടുക്കാൻ സിമ്പിൾ ആണ്. അപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് എന്തിനായിരിക്കും? നമ്മളുടെ പരീക്ഷയുടെ ആ ഒരു ഫോർമാറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. കാര്യമൊക്കെ നമുക്കെല്ലാം മനസ്സിലായി, പക്ഷെ
നമുക്കറിയാലോ പരീക്ഷയുടെ ഒരു നേച്ചർ അതാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അണ്ടർലൈൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അണ്ടർലൈൻ ചെയ്യാൻ പറയുക. സെക്കൻഡ് വൺ, റെഫ്യൂസ് ദ ചാർജസ്. ഇനി എന്ത് ചെയ്യാം? എംപ്ലോയിക്ക് എന്ത് ചെയ്യാം? തനിക്കെതിരെ വന്നിരിക്കുന്ന ആ ചാർജസ്, ഈ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിരസിക്കാം. ഇല്ല, ഞാൻ ഇതൊന്നും സമ്മതിക്കുന്നില്ല, ബിക്കോസ് ഐ ഹാവ് നോട്ട് ഡൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതൊരു കൃത്യമായ എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആൾക്ക് നിരസിക്കാം. അല്ലെ, എനിക്ക് പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ എങ്കിലും എന്ത് ചെയ്യുന്നില്ല, അവർ തൃപ്തരായിട്ടില്ല. അപ്പൊ അവർ പറയും പണിഷ്മെന്റ് കൊടുക്കുമെന്ന്. പക്ഷേ ആ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വീണ്ടും ഡ്യൂട്ടിയാണ്. ഹി ഷുഡ്, the investigating officer or the inquiry officer must inquire the real facts. അതായത് വീണ്ടും ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിയൽ ഫാക്ട്സിലേക്ക് എത്തുന്നത് വരെ, യഥാർത്ഥത്തിലുള്ള വാസ്തവത്തിലേക്ക് എത്തുന്നത് വരെ ആളെന്ത് ചെയ്യണം? ആ പറയുന്ന എന്താ പറയാ എൻക്വയറി ചെയ്തുകൊണ്ടേയിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. ഏത് കേസസിലാണ് അങ്ങനെ ചെയ്യേണ്ടത്? റെഫ്യൂസൽ ഓഫ് ദ ചാർജസ്. എംപ്ലോയി തനിക്കെതിരെ തന്നിരിക്കുന്ന ചാർജസ് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു, പക്ഷെ എന്നിട്ടും ആളെ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. താൻ ഈ പറയുന്ന ചാർജസിലൊന്നും അല്ലെങ്കിൽ ഇത്തരം പണിഷ്മെന്റ് ഞാൻ ആക്കാനല്ല എന്നുള്ള സാഹചര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ investigating officer or the inquiry officer has to go for further investigation until he finds the real facts. Clear ആണല്ലോ? മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലാവാത്തവരുണ്ടോ? സെക്കൻഡ് പോയിന്റ് പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യണോട്ടാ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആ പോയിന്റിന്റെ ബോൾഡ് ആയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, തേർഡ് വൺ, ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. Sometimes the employee may not be in a position to provide explanation within a short period of time. ചിലപ്പോൾ അനുവദിച്ചിരിക്കുന്ന ചെറിയ സമയത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ചിലപ്പോൾ എംപ്ലോയിക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാൻ കുറ്റക്കാരിയോ ആണെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, എനിക്ക് ചാർജ് ഷീറ്റ് കിട്ടിക്കഴിയുമ്പോ ഞാൻ എന്നോട് ചോദിക്കുകയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ? സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. കാരണം ഈവൻ പോലീസുകാർ തന്നെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരുമ്പോ വേഗം തന്നെ അവര് തെറ്റുകാരനാണെന്ന് വേഗം മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവര് ഒരു ഇൻവെസ്റ്റിഗേഷൻസ് അവരുടേതായ ഭാഗത്ത് നിന്ന് നടത്തും, അല്ലെ, പല രീതിയിലും നടത്തും. സ്പോട്ടിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് തെളിവെടുപ്പ് നടത്തും, അല്ലെ, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. പരസ്പരം വിരുദ്ധമായ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നേരിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും. അപ്പൊ അങ്ങനെ ചോദിക്കും. അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണല്ലോ, സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആകുന്ന ചോദ്യമൊക്കെ ചോദിക്കും. ചിലപ്പോൾ നമ്മള് അവർക്ക് അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ പിടിച്ച് അവർക്ക് സത്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ലൈഫ് വൈസ്. അതുപോലെ തന്നെ ഓർഗനൈസേഷനും ഇഫ് ആൻ എംപ്ലോയി മേക്സ് സം മിസ്റ്റേക്സ്, അങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്കിന് ഒരു എക്സ്പ്ലനേഷൻ എംപ്ലോയിക്ക് കൊടുക്കാൻ കുറച്ച് സമയം ചോദിച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ, ഒരു 2 ദിവസം കൂടി എനിക്ക് സമയം തരണം, എന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാനായി ചോദിക്കുകയാണെങ്കിൽ ഇഫ് പോസിബിൾ ദ മാനേജ്മെന്റ് ഷുഡ് പ്രൊവൈഡ് ദ ടൈം എക്സ്റ്റെൻഡ്. എത്ര സമയമാണോ അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേണോന്ന് പറയുന്നത് ആ ഒരു സമയം പോസിബിൾ ആണെങ്കിൽ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുത്തു, അപ്പൊ ആ എക്സ്പ്ലനേഷനിൽ തൃപ്തികരമല്ല എന്ന് തോന്നി. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു 2 ദിവസം കൂടി തരൂ, ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള പ്രൂഫിന് വേണ്ടിയിട്ട് എനിക്ക് 2 ദിവസം കൂടി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി അല്ലെങ്കിൽ 1 ഡേ കൂടി എനിക്കൊന്ന് ടൈം പ്രൊവൈഡ് ചെയ്യൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സമയം പറ്റുമെങ്കിൽ, അതാണ് പോസിബിൾ എന്നാ പറഞ്ഞത്. And it is upon the right of the management. അത് ഓരോ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് അനുവദിക്കാം. കാരണം ഇനി അതെല്ലാം കൊടുക്കാണ്ട് ആ ആള് പറഞ്ഞ പോലെ 2 ദിവസം കൂടി അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി സാവകാശം ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല, പക്ഷെ നമ്മൾ ശിക്ഷ ആൾക്ക് വിധിച്ചു, ആൾ ആ ശിക്ഷ ഏറ്റുവാങ്ങി, ആൾ ആ ശിക്ഷ അനുഭവിച്ചു. ആൻഡ് ആഫ്റ്റർവേർഡ്സ് പിന്നീട് if they are finding that the person is innocent, പക്ഷെ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കുകയാണ് ആ ആള് ഒരു ഇന്നസെന്റ് ആയ ആളായിരുന്നു, ആള് ശരിക്കും പറഞ്ഞാൽ ആളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യം അല്ലെ, ആലോചിച്ച് നോക്കിയ പണിഷ്മെന്റ് കൊടുത്തത് ആൾ അനുഭവിക്കുകയും ചെയ്തു, ശിക്ഷയുടെ ഇതെല്ലാം ആള് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ പിന്നെ അത് പറ്റില്ല. അതുകൊണ്ടാണ് പോസിബിൾ ആകുമെങ്കിൽ ആ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ആസ്ക് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. മനസ്സിലായോ പോയിന്റ്? ക്ലിയർ ആണോ? വേഗം പറയണം. തേർഡ് പോയിന്റിൽ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക.
Third point a sentence on underline ചെയ്തത്. And the last one is fails to submit explanation. But in case അപ്പൊ ഇങ്ങനെ ഒരു extension of time ഒക്കെ ചോദിച്ചു, എന്നിട്ടും if the employee fails to submit his explanation, മാനേജ്മെന്റിന് ആ കൊടുത്ത സമയം അതല്ലാതെ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ ഓഫ് ടൈം ചോദിച്ചു, അതും പ്രൊവൈഡ് ചെയ്തു, എന്നിട്ടും എംപ്ലോയിക്ക് തന്റെ ഭാഗം ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസുകൾ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്ന് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വേണ്ട രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആകുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനോ സാധിച്ചില്ല എങ്കിൽ if it is not possible, the management can take any action against the employee. മാനേജ്മെന്റിന് പൂർണ്ണ അധികാരമുണ്ട് ആ എംപ്ലോയിയുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. ക്ലിയർ ആയോ? സിമ്പിൾ പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫൈനലി വേണ്ട, ഫൈനലി എന്നുള്ള ആ വേർഡ് മാറ്റി ബാക്കിയുള്ള ഭാഗം മുഴുവനും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. യെസ്, അപ്പൊ നമ്മള് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഇഷ്യൂ ഓഫ് ചാർജ് ഷീറ്റ്, കൺസിഡറേഷൻ ഫോർ എക്സ്പ്ലനേഷൻ, ഈ 3 പോയിന്റ് ആണ് നമ്മളുടെ സ്റ്റെപ്സ് ഓഫ് ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുന്നതിന് 3 പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നോട്ടീസ് ഓഫ് എൻക്വയറി. ഇനി അടുത്തത് എന്താ? അപ്പൊ നമ്മള് കൺസിഡറേഷൻ ഫോർ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു. ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ, ഏതെങ്കിലും ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് തരാനുണ്ടോ, ഞാൻ ഇന്ന കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലനേഷനോ പ്രൂഫോ എവിഡൻസ് എന്തെങ്കിലും സബ്മിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം. അതിനുള്ള സാവകാശമൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മൾ മനസ്സിലാക്കി ഈ പറയുന്ന ആള് കുറ്റക്കാരനാണ് എന്നോ അല്ലെങ്കിൽ അല്ല എന്നൊക്കെ മനസ്സിലാക്കി. Then next one, അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ്? നോട്ടീസ് ഓഫ് എൻക്വയറി. സോ ഇഫ് the management has been given some right to the investigating officer to inquire about the mistakes or misconduct done by the employee, it should be mentioned അതായത് where and at what time and also the place of inquiry should be clearly informed to the employee in advance. ഇതുപോലെ ആൾക്ക് എല്ലാം നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് വിടുകയാണ്. പക്ഷെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി വിടുന്നതിന് മുമ്പ് എവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന എൻക്വയറീസ് നടക്കുന്നത്, അത് ഏത് ദിവസമാണ്, അതുപോലെ തന്നെ ഡേറ്റ്, മനസ്സിലായോ? ഡേറ്റും ടൈമും പ്ലേസും ഒക്കെ കൃത്യമായിട്ട് അഡ്വാൻസ് ആയിട്ട് ആ പറയുന്ന എംപ്ലോയിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടി, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്താനിരിക്കുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആരാണോ ആളുടെ പേര് മെൻഷൻ ചെയ്യണം, ആരാണ് ഇന്ന ആളാണ് വരുന്നത് നമ്മളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഈ പറയുന്ന മിസ്കണ്ടക്ട് നമ്മൾ ചെയ്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വരുന്നുണ്ട്, ആളുടെ പേരില്ലതാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ആള് എപ്പോഴാണ് വരിക, ഏത് ദിവസം വരിക, ഡേറ്റ്, ടൈം, പ്ലേസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതൊക്കെ നമ്മുടെ എംപ്ലോയിയോട് പറയണം. എന്നാൽ എന്ത് ചെയ്യാനാ? സോ ദാറ്റ് ഹി ക്യാൻ ബി പ്രിപ്പയർഡ്. അതിനനുസൃതമായിട്ട് ആൾക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. എക്സ്പ്ലനേഷൻ വേണ്ട രീതിയിൽ കൊടുക്കാം. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് മുമ്പിൽ എത്തുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോ ആൾക്ക് അതാരായാലും അല്ലെ നമ്മളോട് പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് ശരിയായെന്നുള്ളത് തെറ്റായി പറയാൻ പോകുന്ന സാധ്യതയുണ്ട്. തെറ്റായ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ അഡ്വാൻസ് ആയിട്ട് എംപ്ലോയിയെ പ്ലേസും ഡേറ്റും ടൈമും ആൻഡ് ഓൾസോ ദ നെയിം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷുഡ് ബി മെയ്ഡ് ക്ലിയർ ഇൻ അഡ്വാൻസ് ടു ദ എംപ്ലോയർ. എംപ്ലോയിയെ നേരത്തെ കൂടി മനസ്സിലാക്കി കൊടുക്കുക. മാത്രമല്ല ഈ പറയുന്ന എൻക്വയറി നമുക്ക് വിതിൻ ദ ടൈം, ആ ഒരു റീസണബിൾ ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. എക്സ്പ്ലനേഷൻ ഒക്കെ ആൾക്ക് തന്ന്, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ദിവസം വരുന്നുണ്ടോ, ആ ദിവസം വരുമ്പോ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടികൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു എൻക്വയറി കുറെ സച്ച് എ ലോങ് ടൈം നമ്മൾ എടുക്കില്ല. കൃത്യമായ എക്സ്പ്ലനേഷൻ ആളുകളിൽ നിന്ന് സ്വീകരിക്കാം. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അതിനാണ് പ്ലേസും ഡേറ്റും ടൈമും ആൻഡ് ഈവൻ ദ നെയിം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അഡ്വാൻസ് ആയിട്ട് എംപ്ലോയിയെ അറിയിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ശരിയാണോ? ക്ലിയർ ആയി അല്ലെ? ഇത്ര നേരം ക്യാമറ എവിടെയോ പോയി കയറിയെന്ന് തോന്നുന്നത്. ശരിയായി. നോട്ടീസ് ഓഫ് എൻക്വയറി മനസ്സിലാവാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം ഞാൻ പറയുന്ന സെന്റൻസ്. ദ എംപ്ലോയി റിസീവിംഗ് ദ ചാർജ് ഷീറ്റ്, ഫസ്റ്റ് സെന്റൻസ് തന്നെ പ്ലേസ് ഓഫ് എൻക്വയറി വരെ അണ്ടർലൈൻ ചെയ്യാം. പ്ലേസ് ഓഫ് എൻക്വയറി വരെ അണ്ടർലൈൻ ചെയ്യാം.
ഫസ്റ്റ് സെന്റൻസ് നാലാമത്തെ പോയിന്റ് നോട്ടീസ് ഓഫ് എൻക്വയറിയുടെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തത് ഇൻഫാക്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് വേണ്ട. അത് കഴിഞ്ഞ് ദ നെയിം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷുഡ് ഓൾസോ ബി മേഡ് ക്ലിയർ ഇൻ അഡ്വാൻസ് സോ ദ എംപ്ലോയി ക്യാൻ പ്രിപ്പയർ ഹിസ് കേസ് അക്കോർഡിംഗ്ലി. അവിടെ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ അടുത്ത പറഞ്ഞോട്ടെ. ഫിഫ്ത് വൺ സസ്പെൻഷൻ വിത്ത് ഓർ വിതൗട്ട് പേ. ഇനി ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ we know that if the management find that an employee is has made some misconduct or misbehavior, the management has the right to suspend that employee with or without pay for that indiscipline acts. ഇത് മാനേജ്മെന്റിന്റെ അധികാരമുള്ളൂ. ഇപ്പൊ ഈ ഓർഗനൈസേഷനിൽ ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്തു, അപ്പൊ ആ തെറ്റ് തെറ്റാണെന്ന് തെളിയിക്കുന്നത് വരെ, ആള് എന്താ പറയാ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നത് വരെ നമുക്കറിയാം തെളിയിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. പ്രൂഫ് എവിഡൻസ് ആയിട്ടുള്ള ആള് കുറ്റക്കാരനാണ് എന്ന് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യാം, ആൾക്ക് ആളുടെ സാലറി കൊടുക്കാം. അതായത് ആളെ സസ്പെൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ ഇത്രയും സസ്പെൻഷൻ ഒക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാലോ. കുറച്ച് തീവ്രതയേറിയ കുറച്ച് ഡിഗ്രി ഓഫ് എന്താ പറയാ മിസ്കണ്ടക്ട് കൂടുതലായതുകൊണ്ടാണ് സസ്പെൻഷനിലേക്കും അതുപോലെ തന്നെ ഡിസ്മിസലോ ടെർമിനേഷനിലേക്കും ഒക്കെ പോകുക. അതർവൈസ് കുഞ്ഞു തെറ്റാണ്. ഇപ്പൊ ഒരു ദിവസം നേരം വൈകി വന്നോ, 2 ദിവസം നേരം വൈകി വന്നോ, അപ്പൊ തന്നെ തിരിച്ചൊന്നും വിടില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിഫിക്കേഷൻ, സ്കിൽ, നോളജ് ഓഫ് ദ എംപ്ലോയി. അതുകൂടി ഉണ്ട് അല്ലെ. പതിവായി ലേറ്റ് ആയിട്ട് വരുന്നു. പക്ഷേ പതിവായി ലേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പതിവായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾട്ടർനേറ്റ് 1-2 ദിവസമൊക്കെ നേരത്തെ വരും, ബാക്കിയുള്ള ദിവസമൊക്കെ നേരം വൈകി വരുന്നു. അവരെയൊക്കെ എന്താ പറയാ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ അവരുടെ ആ ഒരു പ്രാധാന്യം അത്ര ഇല്ല എന്ന് തോന്നുന്ന എംപ്ലോയീസ് ആണെങ്കിൽ ചിലപ്പോൾ അപ്പൊ തന്നെ തിരിച്ചു വിടും. പറ്റില്ല, ഇതിവിടെ നടക്കില്ല, കൃത്യം ഒരു സമയമുണ്ട് എംപ്ലോയീസ് വരുന്നത്. അതേസമയം ആ എംപ്ലോയിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു ഓർഗനൈസേഷനിലുണ്ടോ എന്ന് വെച്ചാൽ അവരുടെ നോളജ്, സ്കില്ല്, അവരുടെ എന്താ പറയാ അവര് എന്ന് പറയുന്നത് വലിയൊരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര പെട്ടെന്നൊന്നും അവരെ ഡിസ്മിസൽ ചെയ്യില്ല അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യില്ല. അത് നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറെ പ്രാക്ടീസ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ഇപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് കുറച്ചുകൂടി തീവ്രതയേറിയ ഗൗരവമേറിയ തെറ്റാണെങ്കിൽ മാനേജ്മെന്റിന് എന്ത് ചെയ്യാം, അത് തെളിയിക്കുന്നത് വരെ ക്യാൻ സസ്പെൻഡ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയിനെ അത്രയും ദിവസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യും. ആ സസ്പെൻഷൻ സമയത്ത് മാനേജ്മെന്റിന് തന്നെ തീരുമാനിക്കാം വെദർ ടു പേ ദ സാലറി ഓർ നോട്ട് ടു പേ ദ സാലറി. എന്ത് ചെയ്യണോ, സാലറി കൊടുക്കണോ? സസ്പെൻഷൻ പീരീഡ് ആണ്, പിരിച്ചുവിട്ടിട്ടില്ലല്ലോ. അപ്പൊ സസ്പെൻഷൻ പീരീഡ് ആണ്. ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ 2 ആഴ്ചത്തെ സാലറി വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊടുക്കാം. അത് അവരുടെ ഡിസിഷനാണ്. ഇറ്റ്സ് ഓൾ അപ്പോൺ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് തീരുമാനിക്കാം. സസ്പെൻഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്താ പറയാ നേരത്തെ ആളുകളെ even before the charge sheet is provided, ആ ചാർജ് ഷീറ്റ് ഒപ്പം വേണമെങ്കിൽ സസ്പെൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപേ വേണമെങ്കിൽ ആളെ സസ്പെൻഡ് ചെയ്യാം. അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ പേരിലൊരു തെറ്റ് കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു അപ്പൊ നമ്മളെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ തന്നെ ഇപ്പൊ ചാർജ് ഷീറ്റ് എനിക്ക് തരുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് അവിടെ ജോലിക്ക് വരുന്നോട്ടെ, ഇപ്പൊ ഇവിടെ ജോലിക്ക് വരണ്ട, കാരണം നിങ്ങളുടെ പേരിൽ ഇങ്ങനൊരു തെറ്റ് കണ്ടിട്ടുണ്ട്, ചാർജ് ഷീറ്റ് തന്നിട്ടില്ല. അങ്ങനെയും ആകാം. അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് തന്നിട്ട് പറയാറുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേരിൽ തെറ്റുകൾ കാണുന്നുണ്ട്. സോ അൺടിൽ നമ്മൾ ഫാക്ട് പ്രൂവ് ചെയ്യുന്നത് വരെ യു ആർ സസ്പെൻഡഡ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് മേടിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സസ്പെൻഷൻ പീരീഡിൽ അവർക്ക് സാലറി കൊടുക്കുന്ന വേണ്ടയെന്ന് മാനേജ്മെന്റിന് തീരുമാനിക്കാം. ആൻഡ് ഡ്യൂറിംഗ് ദാറ്റ് സസ്പെൻഷൻ പീരീഡ് ഇഫ് ദ എൻക്വയറി ഇസ് നോട്ട് കംപ്ലീറ്റഡ്, വീണ്ടും ഒരു ക്ലോസ് പറയാണ്. ഇഫ് ക്ലോസ് ആണ്, ഒരു കണ്ടീഷൻ പറയാണ്. ഈ പറയുന്ന സസ്പെൻഷൻ പീരീഡ് ചിലപ്പോൾ 1 മാസത്തേക്കായിരിക്കാം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, 2 വീക്സിലേക്കായിരിക്കാം. ആ ഒരു വീക്സ് അല്ലെങ്കിൽ ആ ഒരു കാലയളവിനുള്ളിൽ എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എത്ര സമയം കൂടുതൽ എടുക്കുന്നു? ഇപ്പൊ എന്നോട് പറയാം 2 ആഴ്ചത്തേക്ക് വീട്ടിലിരുന്നോ, സസ്പെൻഷൻ ആണ്, ഞങ്ങൾ ഇത് ഒന്ന് നോക്കട്ടെ, പരിശോധിക്കട്ടെ, എവിടെയാണ് തെറ്റ് പോരായ്മയൊക്കെ വന്നേക്കുന്നതെന്ന് പരിശോധിക്കട്ടെ. അപ്പൊ 2 ആഴ്ചത്തേക്ക് എന്നോട് പറഞ്ഞിരിക്കുന്നത് സസ്പെൻഷൻ അല്ലെ. ആഫ്റ്റർ 2 വീക്സ് കഴിഞ്ഞ തേർഡ് വീക്കിന്റെ ബിഗിനിങ്ങിൽ എനിക്ക് ജോലിക്ക് കയറണം. ആ സമയത്ത് എന്ത് ചെയ്യാണ്, എനിക്ക് സാലറി തരണം. അത് നിർത്തുക. ആ ടൈമിനുള്ളിൽ ഇവര് എന്ത് ചെയ്തില്ല, എൻക്വയറി കംപ്ലീറ്റ് ചെയ്തില്ല. അത് എന്റെ ഫോൾട്ട് അല്ല, അത്
എൻക്വയറി ഓഫീസറുടെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെയോ ഭാഗത്തുള്ള വീഴ്ചയാണ്. സോ അതിന് ഞാൻ എന്താ പറയാ ഇരയാകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ ആ ഒരു കുറ്റക്കാരനായ എംപ്ലോയി, എന്റെ ഒരു ഉദാഹരണം ഞാൻ എന്റെ തന്നെ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? എനി ഡൗട്ട്? എനിക്ക് വേണ്ട പറയണം, അതർവൈസ് നമുക്ക് കുറച്ച് വേഗം പോണം. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങൾ. അതുകൊണ്ട് ആക്ച്വലി സ്പീഡിലൊന്നും അല്ല, 1-2 പ്രാവശ്യം പറയണില്ലേ, 2-3 പ്രാവശ്യം ഒരേ പോയിന്റ് തന്നെ പറയുന്നുണ്ട്. അത്ര സ്പീഡൊന്നും അല്ല കേട്ടോ, സംസാരത്തിന് സ്പീഡായിരിക്കും. ഓക്കെ, then നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. സസ്പെൻഷൻ ലെറ്റേഴ്സ് ക്യാൻ ബി given along the charge sheet or even before the charge sheet. ചാർജ് ഷീറ്റിന്റെ ഒപ്പമോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റിന്റെ കൊടുക്കുന്നതിന് മുമ്പോ എന്ത് ചെയ്യാം, സസ്പെൻഷന്റെ ലെറ്റർ എംപ്ലോയിക്ക് കൊടുക്കാവുന്നതാണ്. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. എൻക്വയറി is not finished within the given duration, in that case the salary should be paid to the employee for the time extended. എക്സ്റ്റെൻഡ് ചെയ്ത സമയത്തേക്ക് കേട്ടോ, നിങ്ങളുടെ എന്താ പറയാ എൻക്വയറി തീർന്നിട്ടില്ല, അതുകൊണ്ട് എത്ര സമയത്തേക്കാണോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത്, ഇനി ഒരു ആഴ്ച കൂടി നീ വരാൻ പാടില്ല, അല്ലെങ്കിൽ നീ സസ്പെൻഷനിൽ തന്നെയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല എൻക്വയറി എങ്കിൽ അത് തീർച്ചയായിട്ടും അതിന്റെ സാലറി കൊടുത്തിരിക്കണം. അതല്ലാതെ സസ്പെൻഷൻ പീരീഡിൽ കൊടുക്കണോ വേണ്ടതെന്ന് അവർക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷെ മറ്റേത് മസ്റ്റ് ആണ്, കണ്ടീഷൻ ആണ് കേട്ടോ. ക്ലിയർ ആയോ? 5ാമത്തെ പോയിന്റ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. 6ാമത്തെ പോയിന്റിലേക്ക് പോകട്ടെ. Yes, so the 6th one is conduct a domestic enquiry. ഇനി നമ്മൾ സാധാരണ ഇത്തരം മിസ്കോണ്ടക്ട് ഇനി എംപ്ലോയി ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കിയാൽ the investigating officer obviously will take the enquiry. എന്താ പറയാ, നമുക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്ത ആള് തീർച്ചയായിട്ടും പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തും. പക്ഷേ along with this, ഇതോടൊപ്പം തന്നെ a domestic enquiry confidentially can be made by the management. ഇനി എന്ത് ചെയ്യാം, ഈ അവിടുത്തെ മാനേജ്മെന്റിന് കോൺഫിഡൻഷ്യൽ ആയിട്ട്, വളരെ സീക്രട്ട് ആയിട്ട്, വളരെ എന്താ പറയാ വിശ്വസ്തതാപൂർവ്വം സീക്രട്ട് ആയിട്ട്, ഡൊമസ്റ്റിക് ആയിട്ട് എന്ന് വെച്ചാൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എൻക്വയറിയും എന്ത് ചെയ്യാം, മാനേജ്മെന്റിന് വേണമെങ്കിൽ നടത്താം. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ കോമൺ ആയിട്ട് വേറെ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ യാഥാർത്ഥ്യം വെളിവാക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം കുറച്ചുകൂടി ആ മാനേജ്മെന്റ് പേഴ്സണൽ ആയിട്ട് മറ്റാരെയും ഒന്നും കൊട്ടിഘോഷിക്കാതെ ആള് തെറ്റുകാരാണ്, ആളെ നമ്മള് എന്താ പറയാ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ആരോടൊക്കെ അങ്ങനെ ഇങ്ങനെ ഇതാക്കാണ്ടൊക്കെ വളരെ എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്താൻ മാനേജ്മെന്റിന് പറ്റുമെങ്കിൽ അതങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആള് ചിലപ്പോൾ കൃത്യമായിട്ട് ഞാനത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് ചിലപ്പോ ഓപ്പൺ ആയിട്ട് പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ we can avoid some misunderstanding between the employee and the management. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ എംപ്ലോയിയുടെയും മാനേജ്മെന്റിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നടത്തുന്നത് ഓക്കെ, അവിടെ നടത്തിക്കോട്ടെ, അത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ജോലിയാണ്. അത് ചെയ്യുന്നതിനോടൊപ്പം സീക്രട്ട് ആയിട്ട് വേറെ ഏതെങ്കിലും വിധേന എന്ത് ചെയ്യാം, ഇത്തരം എൻക്വയറീസ് മാനേജ്മെന്റിന് വളരെ എന്താ പറയാ ഡൊമസ്റ്റിക് ആയ രീതിയിൽ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? അപ്പോ നിങ്ങളെല്ലോ പോയെല്ലാരും ഓക്കെ. സോ അങ്ങനെ വരുമ്പോ ഇറ്റ് ഈസ് ദ എംപ്ലോയി will get a chance to explain his mistake. അങ്ങനെ വരുമ്പോ ആ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയുടെ പേഴ്സണൽ ആയിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ആൾക്ക് താൻ ചെയ്തത് തെറ്റാണോ തെറ്റല്ലേ എന്ന് അഡ്മിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ അതിന്റെ റീസൺസ് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒരു ചാൻസ് കിട്ടുകയാണ്. അല്ലാതെ വിത്തൗട്ട് ലിസണിങ് ടു ദാറ്റ് ഗിൽറ്റഡ് പേഴ്സൺ, ആ ഒരു തെറ്റുകാരനാണെന്ന് വിധിക്കപ്പെട്ട് ആളെ കുറ്റക്കാരനായിട്ട് എല്ലാവരും കൂടി പറയുന്ന ആളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും കിട്ടാതെ it is not the correct way of giving or providing judgment. ആളെ വിധിക്കുന്നത് അല്ലെങ്കിൽ അത് ശരിയല്ല. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ആള് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ട് ഒരു ഡൊമസ്റ്റിക് എൻക്വയറി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എടുക്കാം. അല്ലാതെ കറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എടുക്കാനായിട്ട് പാടില്ല. ആളുടെ ഭാഗത്തുനിന്ന് ആൾക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടോ എന്നൊന്നും അറിയാതെ judgment നമ്മൾ ചെയ്യാൻ പാടില്ല. So at least one chance should be given to the violator of the rules and regulations to explain their viewpoint. അവർക്ക് അവരുടേതായ വ്യൂ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയം ആര് കൊടുത്തിരിക്കണം, മാനേജ്മെന്റ് കൊടുത്തിരിക്കണം. ഒരു ചാൻസ് എങ്കിലും ആൾക്ക് കൊടുത്തിരിക്കണം. മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് കേൾക്കാണ്ട് വേഗം പോയി പണിഷ്മെന്റിലേക്ക് പോകാൻ പാടില്ല. ക്ലിയർ? 2 പാരഗ്രാഫ് മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്യാനുണ്ട്.
a domestic inquiry must be confidentially done by the management to check whether an employee is guilty of his misconduct or not. ആ sentence underline ചെയ്യാം. underline ചെയ്യുന്നുണ്ടോ? ഹലോ. ഓക്കെ. then അടുത്തത് അടുത്ത സെന്റൻസ് ഉണ്ട് കേട്ടാ. ഇറ്റ് ഈസ് എ വേ ഓഫ് അവോയ്ഡിങ്. ഇറ്റ് ഈസ് എ വേ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏത് വേ ആണ് ഇത്? കണ്ടക്ടിങ് ഓഫ് ഡൊമസ്റ്റിക് എൻക്വയറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് അവോയ്ഡിങ് എനി കൈൻഡ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ മാനേജ്മെന്റ്. അത് അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫിലാണ്. പണിഷിംഗ് എനി പേഴ്സൺ വിത്തൗട്ട് ലിസണിംഗ് ടു ഹിം ഈസ് നോട്ട് ദ കറക്റ്റ് വേ ഓഫ് ജഡ്ജ്മെന്റ്. അത് അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, thus the management should give at least one chance to the violator to explain his viewpoints. അതും അണ്ടർലൈൻ. ഇതോ? യെസ്, കറക്റ്റ്. അടുത്തത് yes, seventh point ആണ് recording of findings by enquiry officer. Whatever findings have been done by the enquiry officer, it should be recorded documentally. ഏത് രീതിയിലുള്ള എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നടത്തി കഴിഞ്ഞാൽ ഏത് സോഴ്സിൽ കൂടി ആകട്ടെ, ഏത് സോഴ്സിൽ കൂടി കിട്ടുന്ന ഫൈൻഡിങ്സ് ആണെങ്കിലും അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ആള് ചെയ്ത പ്രവൃത്തി അത് ശരിയാണോ തെറ്റാണെന്ന് വിധിക്കുന്നതിന് മുൻപ് അവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണോ കണ്ടെത്തലുകൾ അതെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. കാരണം റെക്കോർഡ്സിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളെയും തെളിയിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം അനലൈസ് ചെയ്തിട്ട്. സോ ദീസ് ഫൈൻഡിങ്സ്, ഈ പറയുന്ന കണ്ടെത്തലുകൾ എവിടെ നിന്നൊക്കെയാ കിട്ടാം? ഫ്രം ദ കോവർക്കേഴ്സ്. അവരുടെ, അതായത് എന്റെ ഒപ്പം ജോലി ചെയ്ത ജോലിക്കാരോട് ചോദിക്കാം, അല്ലെ? എന്റെ ഒപ്പം ടീച്ചേഴ്സ് വേറെ ഉണ്ട്, അവരോട് ചോദിക്കാം, ടീച്ചറിനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ടീച്ചറിന്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ, അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സിനോട് ചോദിക്കാം. അതല്ല എങ്കിൽ എന്താ പറയാ, അവർക്ക് മറ്റു പല സോഴ്സുകളിൽ നിന്ന് മറ്റേതെങ്കിലും ഇപ്പൊ അവിടെയൊക്കെ ക്യാമറാസ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇതെടുത്തിട്ട് നമുക്ക് നോക്കാം, അല്ലെ? അത് വെച്ചിട്ട് നമുക്ക് ആളുടെ പേരിലുള്ള തെറ്റുകൾ എന്തെങ്കിലും പ്രവൃത്തിയാണെങ്കിൽ, ചില പ്രവൃത്തി ആക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇതുപോലെയുള്ള ക്യാമറാസിൽ നിന്നൊക്കെ നമുക്ക് അതിന്റെ കിട്ടും, അതിന്റെ എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ല എങ്കിൽ എന്താ പറയാ, നമ്മുടെ തന്നെ ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഒപ്പീനിയൻ, അതുപോലെ തന്നെ എന്റെ ഒരു കപ്പാസിറ്റി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഈ പറയുന്ന ആളുടെ ഈ പറയുന്ന പ്രവർത്തികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസിൽ നിന്ന് മറ്റ് എവിഡൻസുകളൊക്കെ വെച്ചിട്ട് എന്റേതായ ഒരു അഭിപ്രായത്തിൽ നിന്നും ആള് കുറ്റക്കാരനാണോ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കഴിവ് കൂടി ഉണ്ടായിരുന്നു, കേപ്പബിലിറ്റി ഉണ്ട് കേട്ടോ. ഇതെല്ലാമാണ് ട്രൂ ആൻഡ് ഫാൾസ് ഫാക്ട്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ആള് കുറ്റക്കാരനാണോ അല്ലയോ, അത് സത്യമാണോ അല്ലയോ, അല്ലെങ്കിൽ സത്യമാണോ തെറ്റാണോ എന്നുള്ളത് നമ്മള് ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരുന്നത് ഈ സോഴ്സിൽ നിന്നൊക്കെയാണ്. സോ എൻക്വയറി ഓഫീസർ വാട്ട് എവർ ഹി ഹാഡ് ഫൗണ്ട്, എന്തൊക്കെയാണോ കണ്ടെത്തിയത് അതെല്ലാം ക്ലിയർലി മെൻഷൻ ദ പ്രൂവ്ഡ് ആൻഡ് അൺപ്രൂവ്ഡ് ചാർജസ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളില് നമ്മൾ കണ്ടെത്തിയ തെറ്റുകൾ, ആൾക്ക് കൊടുക്കാവുന്ന ചാർജസിന് എന്തൊക്കെ തെറ്റുകൾ ആൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും ഓക്കെ. ഒരാൾക്ക് എന്തെങ്കിലും തെറ്റുകാരനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോടതൊക്കെ ആളുടെ പേരിൽ തന്നെ ഇല്ലേ? അങ്ങനെയല്ലേ? എപ്പോഴെങ്കിലും ഒരു ചെറിയ തെറ്റ് ഏതെങ്കിലും അബദ്ധവശാൽ വന്നതോ എന്തെങ്കിലുമൊക്കെ ആകാം. ചില പ്രവണതകൾ ഉണ്ട് നമുക്ക് ചുറ്റും. ഒരു പ്രാവശ്യം കുറ്റക്കാരനോ കുറ്റക്കാരിയോ ഒന്ന് ചിലപ്പോഴൊക്കെ തോന്നുന്ന ആൾക്കാര് പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അതിനകത്തൊക്കെ അവരുടെ പേരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരു നാട്ടു നടപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ശരിയാവുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് ശരിയല്ലാതിരിക്കുകയുമില്ല. ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? അതൊരു പ്രവണതയായിട്ട് അങ്ങനെ നടക്കും. അതല്ലാതെ ഉണ്ട് ചിലപ്പോൾ അബദ്ധവശാൽ, ഡെലിബറേറ്റ്ലി അല്ല, വോളണ്ടറി അല്ല, നമുക്ക് അറിയാതെ ചിലപ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റൊന്നും പിന്നീട് എപ്പോഴും നമ്മൾ ആവർത്തിക്കില്ല. പിന്നെ ആ ഒരു പെട്ടെന്ന് നമ്മളൊരു ഞെട്ടലോടെ ആയിരിക്കും ചിലപ്പോൾ അതിനെ ഓർക്കാം. ബിക്കോസ് വി തിങ്ക് ഓഫ് ദാറ്റ് പണിഷ്മെന്റ്, അല്ലെ? നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടാൻ ശിക്ഷയെ ഓർക്കും ചില ആൾക്കാർ. പക്ഷെ ചില ആൾക്കാർക്ക് അത്തരം ഓർമ്മകളൊന്നുമില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു തെളിയിക്കപ്പെട്ടതോ അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്തതോ ആയിട്ടുള്ള ഇതൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ആണ് തന്റെ ഫൈലിങ്സ് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പോയിന്റ് മനസ്സിലായോ? സെവൻത്ത് പോയിന്റ് മനസ്സിലായോ? വേഗം വേഗം പറ ജിൻഷ.
പ്രീതി പറയുന്നത്. ഓക്കെ ഓക്കെ പറയുന്നില്ല. ഓ യെസ്, ഇരിക്കുന്ന ആളുകളുടെ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ ഇവിടെ. അപ്പൊ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ബിഫോർ ടേക്കിംഗ് എനി ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് തുടങ്ങുന്ന ആ സെന്റൻസ് അവിടെ സ്റ്റെപ്പ് എഗെയിൻസ്റ്റ് എനി ഇൻഡിസിപ്ലിൻ ആ ഒരു ഭാഗം വരെ അണ്ടർലൈൻ ചെയ്യാം. 7th പോയിന്റിലെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഫൈൻഡിങ്സ് ആർ ബേസ്ഡ് ഓൺ, ഫൈൻഡിങ്സ് എന്തിന്റെ അടിസ്ഥാനത്തിൽ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറഞ്ഞേക്കണേ. ഒപ്പീനിയൻ ബൈ അതർ കോവർക്കേഴ്സ്, evidence collected from different sources, charges made, the explanation given by the culprit, and finally his own opinion and the capability to decide the true and false facts. അത് അവിടെ വരെ. അതായത് കോവർക്കേഴ്സിന്റെ കയ്യിൽ നിന്നാകാം ഈ പറയുന്ന ആളെ കുറിച്ചിട്ടുള്ള എന്താ പറയാ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്നത്. മറ്റു പല രീതിയിലാകാം. പിന്നെ ആൾക്ക് നേരത്തെ പ്രീവിയസ് ആയിട്ട് ചില ആൾക്കാരുണ്ട് നേരത്തെ ഈ പറയുന്ന തെറ്റുകൾ ആവർത്തിച്ചതായിട്ട് ആളുടെ ഹിസ്റ്ററിയിൽ നേരത്തെ എന്തെങ്കിലും പണിഷ്മെന്റുകൾ കിട്ടിയ ആളാക്കിയാണോ അതൊക്കെ നോക്കും അവര്. അത് നോക്കും. പിന്നെ ആളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. പിന്നെ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കഴിവ്, ആളുടെ ഒപ്പീനിയൻ, അഭിപ്രായം, ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് പല രീതിയിലുള്ള തെളിവുകളും കിട്ടുക. ഇത് പ്രൂവ് ചെയ്തതും പ്രൂവ് ചെയ്യാത്തതുമായിട്ട് കൃത്യമായി മെൻഷൻ ചെയ്താണ് തന്റെ ഫൈൻഡിങ്സ് ആള് റെക്കോർഡ് ചെയ്യേണ്ടത്. ആര്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഓക്കെ, അപ്പൊ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈസ് അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തലുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നടത്തി. ആള് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ നെക്സ്റ്റ് കാര്യം എന്താണ്? പണിഷ്മെന്റ് കൊടുക്കുകയാണ്. പക്ഷേ ആൻഡ് ഈവൺ അവിടെയും നമ്മളൊരു എന്താ പറയാ ആളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് ആ ഫൈനൽ പണിഷ്മെന്റ് കൊടുക്കുന്ന പോയിന്റ് വരെ എത്തി. നല്ല കാര്യങ്ങളൊക്കെ നോക്കി ശരിയാണ്, ആള് തെറ്റുകാരനാണ്, തെറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഭയങ്കരമായ പ്രൂഫ് ഒക്കെ നിരത്തി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണമൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഈവൻ ദ ലാസ്റ്റ് സ്റ്റേജ്, ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോഴും the employee, the guilty employee should be given a chance to check his previous history. ആളുടെ പ്രീവിയസ് ഹിസ്റ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ സാവകാശം കൂടി നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം എന്താ, ചിലവര് ഹിസ്റ്ററിയിൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കുറ്റം ചെയ്ത ആളുടെ അവരുടെ മാർക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടായിരിക്കും ഇന്ന എംപ്ലോയിക്ക് ഇന്ന പേരില് ആള് എന്താ പറയുക ഒരു കുറ്റക്കാരാണ്. അത് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ്, നമ്മൾ അറിയില്ലാന്ന് മാത്രം. മാനേജ്മെന്റ് അത് കൃത്യമായിട്ട് എവിടെയെങ്കിലും അവരുടെ ഫൈൻഡിങ്സിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്നൊരു ശിക്ഷ ആൾക്ക് അവര് കൊടുത്തതാണ്. ചില ആളുകൾക്ക് അവർ ഹാബിച്വൽ ആണ്, ഇന്ന തെറ്റ് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടോ? അങ്ങനെയുള്ള ആളാണോ ഇത്? ആളുടെ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാകും. പക്ഷെ ഹിസ്റ്ററി നോക്കി കഴിയുമ്പോൾ വളരെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇത് ചിലപ്പോ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ വന്നതായിരിക്കാം. കണ്ടോ? അപ്പൊ ആ പണിഷ്മെന്റിന്റെ രീതിക്ക് ചില മാറ്റങ്ങളുണ്ട്. ഇല്ലേ? വരൂലേ? കണ്ടിന്യൂസ് ആയിട്ട് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ശിക്ഷയും ഇതെന്തോ പെട്ടെന്ന് എന്തോ അബദ്ധവശാൽ തന്റെ അൺഫോർച്ചുനേറ്റ്ലി തനിക്ക് നിർഭാഗ്യകരമായിട്ട് വന്ന് എന്തോ പെട്ട ഒരു എന്താ പറയാ ഒരു കയ്യബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വന്നതുമാകാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷയും നിരന്തരം എപ്പോഴും ഏതെങ്കിലും കാര്യങ്ങളിൽ എല്ലാ തെറ്റുകളിലും ആളുടെ തലയുണ്ട് അല്ലെങ്കിൽ ആളുടെ പേരുണ്ട് എന്നുള്ള ആൾക്ക് കൊടുക്കുന്ന ശിക്ഷാ രീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതാണ് പറയുന്നത്, എംപ്ലോയീസിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ഇത്തരം എംപ്ലോയീസ് എന്തെങ്കിലും ചാർജസ് ചെയ്യപ്പെട്ട എംപ്ലോയീസിന്റെ ഹിസ്റ്ററി ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ദ മാനേജ്മെന്റ് ക്യാൻ പ്രൊവൈഡ് ദ പണിഷ്മെന്റ് അക്കോർഡിംഗ് ടു ദാറ്റ് ഡിഗ്രി. ആ ഒരു അതിനനുസരിച്ച് ആൾക്കുള്ള ശിക്ഷ പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ നല്ല പെർഫോമൻസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു എംപ്ലോയി ആണ് അല്ലെ, ആളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാനേ പാടില്ലാത്ത ഒരാളാണ്. അപ്പൊ ചിന്തിക്കണം എന്താണ് അത്, ആൾക്ക് എന്തെങ്കിലും തരത്തില് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഒരു സമയ വ്യത്യാസം എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയും അല്ലെ, അത് ആ ഒരു നിമിഷത്തിൽ വന്നു പോയ കാര്യമായിരിക്കാം എന്നുള്ളത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പറയാൻ എന്തോ മലയാളത്തിലൊക്കെ വലിയ വേർഡൊക്കെ ഉണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്ക് ആ ഒരു ഒരു കൺസിഡറേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഒരു പണിഷ്മെന്റിന്റെ വലിയ തീവ്രതയിലേക്ക് പോകാത്ത രീതിയിൽ നമുക്കതിനെ ഇതാക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹിസ്റ്ററി ഒക്കെ നോക്കുന്നത്. ഓക്കെ, ആൻഡ് അതനുസരിച്ചുള്ള പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് എംപ്ലോയിക്ക്. ക്ലിയർ ആയോ? അവാർഡിംഗ് ഓഫ് പണിഷ്മെന്റ് മനസ്സിലായ? പണിഷ്മെന്റ് ഒരു അവാർഡായിട്ടാണ് നമുക്ക് പറയുന്നത്. ഓക്കെ,
After viewing the previous history of the employees and the results of the investigations and the enquiries against the employee, the management decides the degree of punishment for that employee എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്തത്. ആളുടെ പ്രീവിയസ് ഹിസ്റ്ററിയും കണ്ടെത്തിയ കണ്ടെത്തലുകളും അടിസ്ഥാനത്തില് മാനേജ്മെന്റിന് എന്ത് ചെയ്യാം, ആൾക്ക് ഏത് രീതിയിലുള്ള എത്ര ഗൗരവമേറിയ ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കാം. യെസ്, പോയിന്റ് മനസ്സിലായല്ലോ. അടുത്തേക്ക് പോവുകയാണ്. പോയിന്റ്സ് ഒക്കെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ് ആണ്. അപ്പൊ ശിക്ഷ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആളെ കുറിച്ചുള്ള പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്തു, ആൾ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കി, ആളുടെ എക്സ്പ്ലനേഷൻ ഒക്കെ കേട്ടു. ആൻഡ് പക്ഷെ നമുക്കറിയാം എക്സ്പ്ലനേഷൻ കേട്ടുവെങ്കിലും ആളുടെ എക്സ്പ്ലനേഷൻ തൃപ്തികരമായിക്കോട്ടെ, പക്ഷേ എങ്കിലും ഇനി അതൊരു മറ്റൊരു എംപ്ലോയിയും ആവർത്തിക്കാതെ അല്ലെങ്കിൽ ആ ആൾ തന്നെ അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പണിഷ്മെന്റ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറൊക്കെ വെച്ച് വലിയ അന്വേഷണമൊക്കെ നടത്തിപ്പിച്ച ആൾക്ക് അതിന്റെ ആൾക്ക് വേറെ എന്താ പറയാ എക്സ്പെൻസ് ആൾക്ക് വേണ്ടി മീറ്റ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞു എന്നിട്ട് തെറ്റുകാരനാണെന്ന് കണ്ടെത്തി ഓക്കെ എന്താ വെറുതെ വിട്ടേക്ക്, അങ്ങനെയാണോ? അല്ല, ആ ശിക്ഷ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന എംപ്ലോയി ഇനി ഇങ്ങനെയുള്ള തെറ്റുകൾ മിസ്കോണ്ടക്റ്റുകൾ അറിഞ്ഞും അറിയാതെയും വരുത്താൻ പാടില്ല. ആൻഡ് ഓൾസോ ബാക്കിയുള്ള എംപ്ലോയീസിനും അതൊരു അവയർനെസ് ആണ്, ഒരു അലേർട്ടാണ്. അല്ലെ, നമ്മളും ഈ തെറ്റ് ഇത് ചെയ്യാൻ പാടില്ല. കാരണം ആ ആൾക്ക് ഇന്ന കാര്യം ചെയ്തപ്പോൾ ആൾക്ക് വലിയൊരു ശിക്ഷയാണ് കിട്ടിയത്. അത് നമ്മുടെ ജോലി തെറിച്ചു പോകുന്നത് വരെയുള്ള ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവരും മനസ്സിലാക്കും. ആൻഡ് they will not be able to do. അങ്ങനെയാണെങ്കിൽ അവർക്കും അതിൽ നിന്ന് ഒഴിവാക്കാം. അത്തരം മിസ്കണ്ടക്റ്റുകൾ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു വാർണിംഗ്. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്യണം, പണിഷ്മെന്റ് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു. സോ ബിഫോർ പ്രൊവൈഡിങ് ആ ഒരു പണിഷ്മെന്റ് ഓടിച്ചെന്നും കൂടെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയി. ആരാണോ ആ ഒരു കൾപ്രിറ്റ് മീൻസ് കുറ്റവാളി ആരാണോ ആ പണിഷ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആളോട് കൃത്യമായി കൺവേ ചെയ്യണം. കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടാ. അപ്പൊ ആസ് സൂൺ ആസ് പോസിബിൾ ആണ്. നാളെ നിനക്ക് ഇങ്ങനെ ഒരു ശിക്ഷയുണ്ട്, അപ്പൊ നീ ചെയ്യേണ്ട കാര്യം ഇതാണ്, അല്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ ഇതാണെന്ന് നേരത്തെ കൂട്ടി ആൾക്ക് പറഞ്ഞ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കൊടുക്കുമ്പോ കറസ്പോണ്ടൻസ് ഓഫ് ദ പണിഷ്മെന്റ്, ഈ പണിഷ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ആളിയെ ആ ആള് എന്തൊക്കെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് ഈ പറയുന്ന എംപ്ലോയിക്ക്, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആ കറസ്പോണ്ടൻസ് എംപ്ലോയിക്ക് കൾപ്രിറ്റിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കും. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ, റീസൺ ഫോർ ചാർജ് ഷീറ്റ് ഇഷ്യൂഡ് ടു ദ എംപ്ലോയി. നിനക്ക് എന്തിനാണ് ഈ ചാർജ് ഷീറ്റ് തന്നേക്കണേ എന്നുള്ള കാര്യം. എന്താ കാര്യം എന്ന് പറയുന്നത് ഓടിക്കൊണ്ടേ നമ്മൾ കൊടുത്തിട്ട് ഓടിപ്പോരുകയല്ല. ഇതാണ് നിന്റെ പേരിൽ ഇങ്ങനെ ഒരു കുറ്റം കണ്ടെത്തുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് ഒരു ചാർജ് ഷീറ്റ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ആ ഒരു കൾപ്രിറ്റിന് ആ ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ടത്. മിസ്കണ്ടക്ട് ചെയ്ത എംപ്ലോയിക്ക് കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പാടുള്ളൂ. റീസൺസ് ആൻഡ് മെത്തഡ് ഓഫ് എൻക്വയറി. ഇനി അതിനുശേഷം പറയണം എന്ത്, നിനക്ക് ഈ ചെയ്ത തെറ്റിനെ സംബന്ധിക്കുന്ന എൻക്വയറി അന്വേഷണം വരുന്നുണ്ട്, അന്വേഷണത്തിന്റെ കാരണങ്ങളും അത് മാത്രമല്ല ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ചെയ്യാൻ പോകുന്നത് എന്നും ആളുണ്ട് വിശദമായി പറഞ്ഞിരിക്കും. Reason and method of inquiry. Next one, results of the investigation done by the officer. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നു, അതിന്റെ കണ്ടെത്തലുകളൊക്കെ കണ്ടുപിടിച്ചു, അതിന്റെ റിസൾട്ട് അതിന്റെ എന്താ പറയാ ഇന്നതാണ് അതിന്റെ ഫലം, ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ റിസൾട്ട് ഇതാണ് എന്നുള്ളതും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Then decisions taken by the management regarding the actions to be taken on board. എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത് നിന്റെ പേരിൽ ഈ ചെയ്ത തെറ്റിന് അനുസരിച്ച് എന്ത് തീരുമാനമാണ് മാനേജ്മെന്റ് എടുക്കുന്നത് എന്നുള്ള കാര്യവും ആളോട് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിരിക്കണം. പിന്നെ കൈൻഡ് ഓഫ് പണിഷ്മെന്റ്, ഏത് രീതിയിലുള്ള ശിക്ഷയാണ് നിനക്ക് എന്നുള്ളത് അതും കൃത്യമായി പറയണം. മനസ്സിലായി? ചില ആൾക്കാര് ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിസ്കോണ്ടക്റ്റിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് മിസ്കോണ്ടക്ട് വരാന്ന്. അവരുടെ ഓർഗനൈസേഷന്റെ വല്ല പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക, അല്ലെ, പ്രമിസസിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വരുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ എതിരെ എന്തായിരിക്കും ശിക്ഷ? അവിടെയൊക്കെ ചിലപ്പോ ഒരു എന്താ പറയാ ഫൈൻ ആയിരിക്കും, പെനാൽറ്റി ഫൈനൊക്കെ ആയിരിക്കും. അവര് വസ്തുവകകളൊക്കെ നശിപ്പിച്ചാൽ അതൊക്കെ റിപ്പയർ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനൊക്കെ കാശ് നഷ്ടമുണ്ട്. അപ്പൊ അവരിൽ ചിലപ്പോ ക്യാഷിനായിട്ടുള്ള ഒരു ഫൈനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വാങ്ങിക്കുക. അപ്പൊ അതാണ് അതെ ഇങ്ങനെയുള്ള പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കാം. ആൻഡ് ദ ഡേറ്റ് ഫ്രം വിച്ച് ദ പണിഷ്മെന്റ് വിൽ ബി ആപ്ലിക്കബിൾ, എന്നാണ് നിന്റെ പണിഷ്മെന്റിന്റെ ഡേറ്റ് എന്നുള്ളത് കൃത്യമായി അത് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ആര് പറയണം? ആരാണോ ഈ പറയുന്ന പണിഷ്മെന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു കറസ്പോണ്ടന്റ്
ആള് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ആരോട് എംപ്ലോയിയോട് തെറ്റുകാരനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആളിനോട് പറയേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ ഓഫ് പണിഷ്മെന്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ പറയാ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്സ്. ഏതൊക്കെയായിരുന്നു ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ്? ഫസ്റ്റ് വൺ preliminary investigation, second one issue of charge sheet, third one consideration for explanation. അതില് 4 പോയിന്റുകൾ വേറെ പറയുന്നുണ്ട് കേട്ടോ. consideration for explanation. Then next one notice of enquiry. Next one suspension without the pay. Next conduct of domestic enquiry. The next one recording of findings by enquiry officer. Then awarding of punishment, and the last one communication of punishment. ക്ലിയർ ആയോ? ഇത്രയും സ്റ്റെപ്സിൽ നിന്നാണ് ലാസ്റ്റ് പണിഷ്മെന്റ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി ആ ഒരു പണിഷ്മെന്റ് അവരെ ആ കാര്യങ്ങൾ അറിയിക്കുന്നത് വരെയുള്ള സ്റ്റെപ്സ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിൽ ഇങ്ങനെ 9 സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായല്ലോ? ആ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കറസ്പോണ്ടന്റ് ഓഫ് പണിഷ്മെന്റ് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റുകൾ നമ്മൾ ഓർത്തിരിക്കണം. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം. The correspondence of punishment must explain എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റുകൾ കേട്ടോ. അറിയട്ടെ? അടുത്തത് തുടങ്ങിയേക്കാം. നെക്സ്റ്റ് പോയിന്റ് 10 മിനിറ്റ് ഉണ്ട്. പറഞ്ഞോട്ടെ? ബോറടിക്കണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഓണം മൂഡിലാണോ എല്ലാവരും? ഓണമൊക്കെ അടുത്തില്ലേ? പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? ഓണം അടുത്തില്ല? ഓണം മൂഡിലല്ല. ഓക്കെ, ഓണം അടുത്തില്ലേ? ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ മൊത്തം ഇന്ന് സെലിബ്രേഷൻ മൂഡാണ് എല്ലാവർക്കും അല്ലേ? ഇവിടെയൊക്കെ കഴിഞ്ഞോ? അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളില്? യെസ്, ഓക്കെ. എനിവേസ്, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നിങ്ങൾ പഠിക്കുന്ന മൂഡിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അതിൽ നിന്നും മാറ്റാനുള്ള ഗൈഡ് ലൈൻസ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയറാണ്. ഇനി നമ്മൾ ഈ ഡിസിപ്ലിന്റെ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ സം ഗൈഡ് ലൈൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അതായത് ഒരു പ്രോപ്പർ ഗൈഡ് ലൈനിലൂടെ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, prompt action should be taken. If an employee find misconduct or misbehavior or violated some rules and regulations of the organization, timely action should be taken by the management against that particular employee. അല്ലേ? എന്താണ് ഇപ്പൊ ഏതെങ്കിലും എംപ്ലോയി ഏതെങ്കിലും രീതിയിൽ മിസ്കോണ്ടക്ട് ചെയ്തു, മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ടൈംലി ആക്ഷൻ, സമയാനുസൃതമായിട്ടുള്ള ആക്ഷൻ ആണ് എടുക്കേണ്ടത്. 2 ദിവസം കഴിഞ്ഞിട്ടല്ല തുടങ്ങേണ്ടത് ആക്ഷൻ. ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഇറ്റ്സ് ദ പണിഷ്മെന്റ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാനിവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തു, ഓർഗനൈസേഷന്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് തെറ്റ് ചെയ്തു, അപ്പൊ ടൈംലി ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനകത്ത് ഇടപെടണം. അതെന്താണ് ആ ടീച്ചർ ചെയ്ത തെറ്റ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഇതൊക്കെ തുടങ്ങുന്ന കാര്യങ്ങളാട്ടോ ആ ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അല്ലാതെ എനിക്ക് തരുന്ന പണിഷ്മെന്റ് അല്ല ആക്ഷൻ. അപ്പൊ ടൈംലി ആക്ഷൻ എടുക്കണമെന്നാണ്. അതല്ലാതെ മാറ്റി വയ്ക്കുക, 2 ദിവസം കഴിയട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയല്ല ചെയ്യേണ്ടത്. ആ ആക്ഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങണം. ആൻഡ് ഓൾസോ അപ്രോപ്രിയേറ്റ് എൻക്വയറി ഷുഡ് ബി ഡൺ. അതിന് ആവശ്യാനുസൃതമായിട്ടുള്ള എൻക്വയറീസ് നടത്തണം. പെനാലിറ്റീസ് കൊടുക്കേണ്ട ആളാണെങ്കിൽ പെനാലിറ്റി ഇമ്പോസ് ചെയ്യിപ്പിക്കുക, ഫൈൻ കൊടുക്കേണ്ട ആളാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇത് എന്തിനാ ഇങ്ങനെ ടൈംലി ആക്ഷൻ എടുക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഫൈൻ കൊടുക്കേണ്ട ആളാണെങ്കിൽ ആളുടെ പേരിൽ എന്തുകൊണ്ട് നമ്മൾ അവരെ ഫൈൻ ചുമത്തുമോ? ഇത് റീസൺ ഇത്രയേ ഉള്ളൂ, ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് മിസ്കണ്ടക്ട് ഓർ മിസ്ബിഹേവിയർ ഫ്രം എനി അതർ എംപ്ലോയീസ് ഫർദർ. അത് മറ്റുള്ള എംപ്ലോയീസ് ഇനിയും ഏതെങ്കിലും ദിവസങ്ങളിൽ ഇത്തരം മിസ്കോണ്ടക്റ്റുകൾ, മിസ്ബിഹേവിങ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ടൈംലി ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ ഇന്ന് തെറ്റ് ചെയ്ത എന്റെ തെറ്റൊക്കെ അവര് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ അവിടെ ടീച്ചർ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു റൂള് വയലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്കെതിരെ ആക്ഷൻ എടുക്കണം. അപ്പോഴേക്കും വേറെ രണ്ടു വെച്ച് ചെയ്തിട്ട് പോയത് അത്തരം മിസ്റ്റേക്ക്. ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്നു? 10:30 ക്ലാസ്സിൽ വരണം, 10:15 നമുക്ക് ഇവിടെ എത്തണം. 10:30 ക്ലാസ്. ഇപ്പൊ ഒരു 10:20 ആകുമ്പോൾ 25 ആകുമ്പോഴേക്കും ക്ലാസ്സിലെ ടീച്ചേഴ്സ് കയറിയിരിക്കണം. നമ്മുടെ സിസ്റ്റം ഒക്കെ ഓക്കെ ആണോ, നമ്മുടെ എന്താ പറയാ ഈ നോട്ടൊക്കെ ഇവിടെ എടുത്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യുന്നത്, റെക്കോർഡിംഗ് ഒക്കെ ഓൺ ആണോ അതൊക്കെ നമ്മൾ നോക്കൂട്ടാ. കാരണം എന്താ, റെക്കോർഡ് ഓഫ് ആയി പോയ പ്രശ്നമാണ്. കാരണം ഈ ക്ലാസ് എന്ത് വീട്ടിൽ ആളെ ഇരുന്ന് ലൈവില് വീണ്ടും എടുക്കണം. അപ്പൊ ഈ കേട്ടോണ്ടിരുന്നവരാണെങ്കിൽ അവർക്ക് ബോറടിക്കും. പക്ഷെ റെക്കോർഡ് അല്ലെങ്കിൽ റെക്കോർഡ് ഇട്ട് കൊടുക്കുന്ന കുട്ടികൾ അത് മാത്രം കണ്ടുപിടിക്കുന്നവരുണ്ട്, അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? അവർക്ക് ആ ക്ലാസ് മിസ്സായിട്ടാണ്. അപ്പൊ നമ്മൾ വീണ്ടും എടുക്കണം. ഇടയ്ക്ക് നോക്കൂട്ടാ, ചിലപ്പോ നമ്മളും മറന്നു ഞാൻ റെക്കോർഡ് ഓൺ ആക്കിയോ. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് 10:25 ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ കയറിയിരിക്കണം എന്നൊക്കെ പറയുന്നു. സ്ഥിരമായിട്ട് ഞാൻ 10:35, 40 ആകുമ്പോഴാണ് ഈ ക്ലാസ്സിൽ വരുന്നേ എന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഒരു ദിവസം ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ കയറി, അപ്പൊ കണ്ടില്ല എന്ന് വെച്ചു ആരും. അയ്യോ ടീച്ചർ അത് ശരിയാവില്ല, 10:30 ക്ലാസ് ആരംഭിക്കുക, 25 ക്ലാസ്സിൽ കയറണം എല്ലാവർക്കും ഒരു റൂൾ ഉണ്ട് ഇവിടെ. സോ ടീച്ചർ അത് വയലേറ്റ് ചെയ്തു എന്നുള്ള ഒരു വാർണിംഗ് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. അതിന് അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെറുതായിട്ടൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് മറ്റു ടീച്ചേഴ്സിന് അവർ കാണും അല്ലെ, അവര് ഓർക്കും ആ ടീച്ചർ അന്നത് ചെയ്തത് എന്താ പറയുക, ടീച്ചർക്ക് ശിക്ഷ കിട്ടിയതാണ്, പനിഷ്മെന്റ് കിട്ടിയതാണ്. ഓക്കെ, ആ ഒരു അവയർനെസ്സിന് കൂടിയാണ് മറ്റുള്ളവർ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ടൈംലി ആക്ഷൻ എടുക്കണം എന്നുള്ളത്. ക്ലിയർ ആയോ പോയിന്റ്? പ്രോംപ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ആ സെന്റൻസ് ഫസ്റ്റ് വൺ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്താ. ഇതില്ലേ സെക്കൻഡ് പോയിന്റ് കൂടി പറയാൻ പോണ്, കൂടി പറഞ്ഞു ഞാൻ നിർത്തിക്കോ, അപ്പോഴേക്ക് എന്റെ സമയമാവും. Okay, proper documentation of the misconduct. Then if any employee is found misconduct or misbehavior, ഏതെങ്കിലും എംപ്ലോയിയുടെ പേരിലുള്ള മിസ്കണ്ടക്ട് അല്ലെങ്കിൽ മിസ്ബിഹേവിയർ ഒക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആ ഒരു അവർക്കെതിരെ എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എന്ത് തന്നെയാണോ മാനേജ്മെന്റ് അതിനനുസരിച്ച് ഒരു റിട്ടൺ എവിഡൻസ് ഷുഡ് ബി ദർ. എന്താണ് ആ ആള് ചെയ്ത തെറ്റ് എന്നുള്ളത് റിട്ടൺ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് അവർ കാണിക്കണം എംപ്ലോയിനെ. ഇന്നതാണ് നീ ചെയ്ത തെറ്റ്, നീ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അവിടെയാണ് നമ്മൾ അന്വേഷണം എടുക്കേണ്ടത്. അല്ലാതെ വാഗോണ്ട് ചെന്ന് ഇങ്ങനെ നിന്റെ ഒരു തെറ്റുണ്ടല്ലോ എന്നൊക്കെ പറയല്ല, വെർബലായിട്ട് പറയല്ല. ഇറ്റ് ഷുഡ് ബി ഡോക്യുമെന്റഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഫോം. ആ ഒരു റിട്ടൺ ഫോമില് ആള് ചെയ്ത തെറ്റും ഒക്കെ എന്താ പറയുക ചൂണ്ടിക്കാണിക്കുന്ന ഒരു രീതി ആണ്. അതല്ലാതെ അതല്ല ഇതിലെന്ത് വരും? ഇത് വിൽ ബി എ നെഗറ്റീവ് കോൺസിക്വൻസ്. അത് തെറ്റായ രീതിയിൽ അത് എന്താ പറയാ ഓപ്പോസിറ്റ് ഉൾട്ടാ തിരിഞ്ഞ് നമുക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. എംപ്ലോയി ചെയ്ത തെറ്റ് റിട്ടൺ ഫോമിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റഡ് ഫോമിലാണ് എവിഡൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആണ്, അതിലൊരു തെളിവാണ്. അപ്പൊ അതോറിറ്റി മസ്റ്റ് ഹാവ് പ്രോപ്പർ ഡോക്യുമെന്റ് against the misconduct. അതായത് മിസ്കണ്ടക്ട് ചെയ്ത എംപ്ലോയിയുടെ എതിരെ ആൾ ചെയ്തത് കൃത്യമായിട്ട് പ്രോപ്പർ എവിഡൻസോടുകൂടി ഡോക്യുമെന്റ് ചെയ്താണ് എന്താ പറയുക ഏത് അധികാരിയാണെങ്കിലും ഓർഗനൈസേഷനിൽ ആരാണോ അതിന് അധികാരപ്പെട്ട ആള്, ആരെയാണോ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവർ എവിഡൻസോട് കൂടി തന്നെ പ്രൊവൈഡ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് മിസ്കണ്ടക്ട്. മിസ്കണ്ടക്ടിന്റെ എന്താ പറയാ ശരിയായ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ചെയ്തിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിവിടെ ഒരു സെന്റൻസ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുണ്ട്, ഫുൾ സെന്റൻസ് ഇല്ല. ദ മാനേജ്മെന്റ് മസ്റ്റ് ഹാവ് സം റിട്ടൺ എവിഡൻസ് അഗെയിൻസ്റ്റ് ദ മിസ്കണ്ടക്ട് ഡൺ ബൈ ദ എംപ്ലോയി. ആ ഒരു ഭാഗം മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? യെസ്, അടുത്തോട്ട് പറയട്ടെ. എന്നാ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞോട്ടെ. വേണ്ട അറിയാം. ഓക്കെ, സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. അത് സിമ്പിൾ സെന്റൻസ് ആണ്, അതുകൊണ്ടാണ്. See, while the employees are at work,
ഓരോ ജോലിക്കാരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇല്ലേ ചിലപ്പോഴൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് വേണം എന്ത് ചെയ്യാനായിട്ട്, സൂപ്പർവൈസർമാരായിട്ട് അവിടെ ഉണ്ടാകാനായിട്ട്. കാരണം ഇഫ് ദ എംപ്ലോയി മേക്സ് സം മിസ്റ്റേക്സ് ഓർ ഇൻഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഡിസിപ്ലിൻ ആയിട്ട് പെരുമാറുന്നതൊക്കെ കണ്ടിൽപ്പെട്ട അത് കൃത്യമായിട്ട് ആളുകളെ അറിയിക്കണം. അതിന് പ്രത്യേകം ട്രെയിനിങ്ങും പ്രത്യേകം ക്വാളിഫിക്കേഷനും ഉള്ള സൂപ്പർവൈസേഴ്സിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ജോലി ഏൽപ്പിക്കേണ്ടത്. അവരുടെ അശ്രദ്ധ കൊണ്ട് സൂപ്പർവൈസേഴ്സ് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാത്തത് കൊണ്ടും എന്ത് ചെയ്യാം, എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻ ആക്കാം. സോ അത് ഒഴിവാക്കാനായിട്ട് വെൽ ട്രെയിൻഡ് ഓർ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് വേണം ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എന്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അച്ചടക്കം, അതായത് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദയർ ഡിസിപ്ലിൻ പോളിസി. ഓരോ ഓർഗനൈസേഷനിലും ഉള്ള അവരവരുടെ ഓർഗനൈസേഷനിലുള്ള ഡിസിപ്ലിൻ പോളിസി ഉണ്ട്. ഇവിടെ ഇന്നതൊക്കെയാണ്, ഈ രീതിയാണ്, അത് അവരുടെ ഡിസിപ്ലിൻ ആണ്. ആ ഡിസിപ്ലിൻ പോളിസി ആര് കൃത്യമായി അറിയണം, സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസർമാരെ അത് കൃത്യമായിട്ട് അറിയണം. എന്നാലാണ് അതിലേതെങ്കിലുമൊക്കെ എംപ്ലോയീസ് തെറ്റിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ആള് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയണം. ആൻഡ് ഓൾസോ ഓർഗനൈസേഷന്റെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഡാമേജ് വരുത്തുന്ന അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലുള്ള അവരുടെ ആക്ഷൻസ് ഒക്കെ ഒഴിവാക്കണം. സൂപ്പർവൈസർ വെൽ ട്രെയിൻഡ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ വരും, എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വരും, അവരുടെ പ്രൊഡ്യൂസേഴ്സിനോ പ്രോപ്പർട്ടീസിനോ ഒക്കെ നഷ്ടം വരുന്നു. അതൊക്കെ ഒഴിവാക്കാനായിട്ട് സൂപ്പർവൈസേഴ്സ് എപ്പോഴും വെൽ ക്വാളിഫൈഡ് ആയിരിക്കണം, വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ആൻഡ് ഓൾസോ സെക്കൻഡ് സെന്റൻസ് ഇവിടെ വരെ അണ്ടർലൈൻ ചെയ്യണം. സൂപ്പർവൈസേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ സിമ്പിൾ ആയതുകൊണ്ട് എന്താ പറയാ, പിന്നെ നിങ്ങൾക്ക് വായിക്കാനൊക്കെ സമയമൊക്കെ കണ്ടെത്തി. കുറച്ച് ദിവസമൊക്കെ അവധിയൊക്കെ ഉണ്ടാവുമല്ലേ ഇടയ്ക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ സമയത്തേക്ക് വായിച്ചിട്ട് പഠിച്ച് എല്ലാ എടുത്ത ഭാഗമൊക്കെ കുറച്ച് 2 ദിവസമൊക്കെ അവധി ഉണ്ടായിരിക്കും ഈ ഓണത്തിനൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ ഇന്ന് നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തത് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.